തൃശൂരിലെ ബി രാഷ്ട്രീയം ഇന്ന് വലിയൊരു അസ്വസ്ഥതയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കാരണക്കാരനാകട്ടെ നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ ബി അതൃപ്തി രൂക്ഷമായിരിക്കുകയാണ്. ഈ അതൃപ്തി പാർട്ടിക്കുള്ളിൽ തുറന്നടിയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പാർട്ടിക്ക് പുറത്തുള്ള വിമർശനങ്ങളെക്കാൾ ശക്തമാണ് അകത്തു നിന്നുള്ള പ്രതിഷേധം എന്നതാണ് ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നതും. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് നേതൃത്വത്തിനകത്തെ പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ക്രിസ്മസ് ദിവസം ക്രൈസ്തവ സമൂഹത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നേ ദിവസം പാർട്ടി പരിപാടികൾ ഒഴിവാക്കി മറ്റൊരു ദിവസം നടത്തണമെന്ന ആവശ്യം ജില്ലാ തലത്തിലെ ഒരു വിഭാഗം നേതാക്കൾ സുരേഷ് ഗോപിയോട് നേരിട്ട് അറിയിച്ചിരുന്നതായി പറയുന്നു. എന്നാൽ ഈ ആവശ്യം സുരേഷ് ഗോപി പൂർണ്ണമായും അവഗണിച്ചു. ഇരിങ്ങാലക്കുടയിൽ പാർട്ടി നേതൃയോഗവും തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ആദരിക്കുന്ന പരിപാടിയും ക്രിസ്തുമസ് ദിനത്തിൽ തന്നെ നടത്തണമെന്ന നിലപാടിൽ സുരേഷ് ഗോപി ഉറച്ചുനിന്നു. ഈ കടുപ്പം തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥത കൂടുതൽ രൂക്ഷമാക്കുന്നത്. തൃശൂരിൽ ബി പതിയെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ശൈലിയാണെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ കുറച്ചു കാലം മുൻപ് മുതൽ തന്നെ ശക്തമാണ്. ഇപ്പോൾ അതിന്റെ കടുപ്പം ഇത്തിരി കൂടി കൂടിയിട്ടുണ്ട്. സാധാരണ പ്രവർത്തകരോടും നാട്ടുകാരോടും ഉള്ള സമീപനം ഒട്ടും സൗഹൃദപരമല്ലെന്നും അധികാരത്തിന്റെ അഹങ്കാരം പലപ്പോഴും സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ പ്രകടമാകുന്നുവെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ തുറന്ന അഭിപ്രായം. ഇത് വെറും വ്യക്തിപരമായ പരാതി മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തന്നെ പ്രതിഫലിച്ച രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. ഒന്നോർക്കണം, ഇത് പുറത്തു നിന്നുള്ളവർ അല്ല പറയുന്നത്, സുരേഷ് ഗോപിയുടെ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മുന്നേറ്റം സൃഷ്ടിച്ച മേഖലകളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി പിന്നിലായതാണ് ഈ വിമർശനങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നത്. പാർട്ടി പ്രവർത്തകർ കഠിനമായി പരിശ്രമിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ലെന്ന നിരാശയാണ് പലർക്കുമുള്ളത്. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരുടേതാണെന്ന ചോദ്യം ഉയരുമ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളും ഏകപക്ഷീയ സമീപനവും ചൂണ്ടിക്കാണിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. ക്രിസ്മസ് ദിനത്തിലെ പരിപാടികൾ ക്രൈസ്തവ പ്രവർത്തകരെ അകറ്റുമെന്ന ആശങ്കയും നേതാക്കൾക്കിടയിൽ ശക്തമാണ്. തൃശൂർ ജില്ലയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ബി നിർണായകമാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഈ തീരുമാനം. ഒരു ഉത്സവ ദിനം പാർട്ടി പരിപാടികൾക്കായി ഉപയോഗിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത് പാർട്ടിയുടെ വിശാല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ആ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടതോടെ പാർട്ടി നേതൃത്വവും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള അകലം കൂടുതൽ വലുതായി. സുരേഷ് ഗോപിയുടെ തീരുമാനങ്ങൾ പാർട്ടിയോട് ആലോചിക്കാതെയും ചർച്ച ചെയ്യാതെയും ഉണ്ടാകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഒരു കേന്ദ്രമന്ത്രിയായതിനാൽ തനിക്കെതിരെ ആരും ചോദ്യം ഉന്നയിക്കില്ലെന്ന മനോഭാവം സുരേഷ് ഗോപി സ്വീകരിക്കുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ചില നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇത് ബി സംഘടനാ സംസ്കാരത്തിന് വിരുദ്ധമാണെന്നും കൂട്ടായ നേതൃത്വം എന്ന ആശയം തകർക്കുന്നതാണെന്നുമുള്ള വിമർശനം ശക്തവുമാണ്. തൃശൂരിൽ ബി നേരിടുന്ന ഇടിവ് വ്യക്തികളുടെ വിജയപരാജയങ്ങളിലേക്കുള്ള ചർച്ച മാത്രമല്ല, അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ദിശയെക്കുറിച്ചുള്ള വലിയ ചോദ്യമാണ് ഉയർത്തുന്നത് എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപി എന്ന ജനപ്രിയ മുഖം മാത്രം മുന്നിൽ നിർത്തിയുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നതെന്ന് പറയുന്നവരും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. സിനിമാ താരത്തിന്റെ തിളക്കം രാഷ്ട്രീയത്തിൽ എന്നും നിലനിൽക്കില്ലെന്നും നിലപാടുകളും പെരുമാറ്റവും ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. അത് സത്യവുമാണ്. ഇതെല്ലാം ചേർന്നപ്പോൾ തൃശൂരിലെ ബി ഇന്ന് ഒരു നിർണായക ഘട്ടത്തിലാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തീരുമാനങ്ങൾ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമോ അതോ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളെല്ലാം വലിയ പ്രതീക്ഷകളോടെ തൃശൂരുകാർ നൽകിയതാണ്. അന്നുവരെ കണ്ട നല്ലൊരു മനുഷ്യൻ തൃശൂരിന്റെ വികസനത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല എന്നായിരുന്നു വോട്ടർമാരുടെ ധാരണ. എന്നാൽ ആ ധാരണ മാറാൻ അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല എന്നതാണ് വാസ്തവം. അധികാരം കയ്യിൽ കിട്ടിയ അന്നു മുതൽ സുരേഷ് ഗോപി തന്റെ തനി നിറം പുറത്തെടുത്തു തുടങ്ങി. തൃശൂരിലെ ജനങ്ങൾ എല്ലാം തന്റെ പ്രജകളാണെന്നും താൻ രാജാവാണെന്നും വരെ സുരേഷ് ഗോപി
പറഞ്ഞു വെച്ചിട്ടുണ്ട്. കലുങ്ക് സംവാദവും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരാളെ ഇത്രയും വോട്ടുകൾ കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത് എന്ന് ഓരോരുത്തരും സ്വയം ചോദിച്ചു തുടങ്ങി. സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തികൾ എല്ലാം സൂചിപ്പിക്കുന്നത് BJP അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താകും എന്നാണ്. എന്നെങ്കിലും ഒരു കാലത്ത് BJP അധികാരത്തിൽ വന്നാൽ അതോടെ മറ്റു മതത്തിലും ജാതിയിലും പെട്ടവരുടെയും സാധാരണക്കാരുടെയും അവസ്ഥ എന്താകുമെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിലെ പരിപാടികൾ വെറും ഒരു ദിവസത്തെ വിവാദത്തിൽ ഒതുങ്ങില്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ ആഴമുള്ള അസ്വസ്ഥതയുടെ പ്രതീകമായി മാറുകയാണ് ഈ വിവാദം. ഈ അസ്വസ്ഥതയ്ക്ക് നേതൃത്വം എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി തൃശ്ശൂരിലെ BJPയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക.